എവർഗ്രീൻ എഡ്യൂസ്പോർട്ടിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില വസ്തുക്കളുടെയും ആനിമൽസിന്റെയും ഒക്കെ പേരുകൾ കേൾക്കുമ്പോൾ അവയോട് യാതൊരു ബന്ധവുമില്ലാത്ത തലതിരിഞ്ഞ പേരായി പോയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം. നമ്മളെ മിസ്ലീഡ് ചെയ്യിക്കുന്ന ഇത്തരം പേരുകളുടെ ഒറിജിന് പിന്നിൽ കൃത്യമായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാമെങ്കിലും ഭാഷയുടെ പരിണാമ ചരിത്രത്തിൽ എവിടെയോ അത് നഷ്ടപ്പെട്ടു പോയതാകാം. അത്തരത്തിലുള്ള കുറച്ച് ഇംഗ്ലീഷ് പേരുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. റെഡ് പാൻഡ. പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഭീമൻ പാണ്ഡയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഹിമാലയൻ മലനിരകളിലും ചൈനയുടെ പല ഭാഗങ്ങളിലുമായി കണ്ടുവരുന്ന ഒരു തരം സസ്തനിയാണിത്. ഇടതൂർന്ന ചുവപ്പ് കലർന്ന തവിട്ട് രോമങ്ങളുള്ള ഈ ജീവി ഭീമൻ പാണ്ഡകളുടെ വർഗത്തിൽപ്പെട്ടതാണെന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. മുളയാണ് ഇഷ്ടഭക്ഷണം എന്നത് മാത്രമാണ് ഇവ തമ്മിലുള്ള ഒരു കോമൺ ഫാക്ടർ. റെഡ് പാൻഡകൾക്ക് റാക്കൂൺസ്, വീസൽസ് എന്നീ ജീവിവർഗങ്ങളുമായാണ് അടുത്ത ബന്ധമുള്ളതെന്ന് മോഡേൺ ജനറ്റിക് സ്റ്റഡീസ് തെളിവുകൾ നൽകുന്നു. ലെഡ് പെൻസിൽ. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലുകൾക്ക് ലെഡ് പെൻസിൽ എന്ന പ്രയോഗം വളരെ കോമൺ ആണ്. പെൻസിലിന്റെ ഉള്ളിലുള്ള ആ സോളിഡ് മെറ്റീരിയലിനെ പെൻസിൽ ലെഡ് എന്നും വിളിക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ നിർമ്മാണത്തിന് ലെഡ് എന്ന എലമെന്റ് യൂസ് ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. ഗ്രാഫൈറ്റ് പൗഡറും ക്ലേയും തമ്മിലുള്ള ഒരു മിശ്രിതമാണിത്. ലെഡ് അഥവാ കറുത്തീയം പീരിയോഡിക് ടേബിളിലെ 82ാം എലമെന്റായ ഒരു മൃദുലോഹമാണ്. കെട്ടിട നിർമ്മാണം, ബാറ്ററികളുടെ നിർമ്മാണം, ക്യാൻസർ ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ലെഡ് ഒരു പ്രധാന ഘടകമാണെങ്കിലും മനുഷ്യ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ഇത് മാരകമായ ഒരു വിഷമാണ്. ഗിനി പിഗ്. ശാസ്ത്ര പരീക്ഷണങ്ങൾക്കായി വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു ജീവിയാണ് ഗിനി പിഗ്. അതിനാൽ തന്നെ ഗിനിപ്പന്നി എന്ന പേരിന് ഒരു പരീക്ഷണ വസ്തു എന്ന ശൈലിയായി തന്നെ ഉപയോഗിച്ചു വരുന്നു. പെട്ടെന്ന് തന്നെ ഇണക്കി വളർത്താൻ കഴിയുന്ന ഇവയെ പേരിൽ നിന്നും പന്നി എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെങ്കിലും ഇവ യഥാർത്ഥത്തിൽ എലികളെ പോലെ ഒരു കരണ്ടു തീനി ജീവിയാണ്. പേരിനൊപ്പമുള്ള ഗിനി ഒരു സ്ഥലപ്പേരാണെങ്കിലും ഇവരുടെ സ്വദേശം തെക്കേ അമേരിക്കയിലെ ആൻറ്റസ് ആണ്. സിൽവർ ഫിഷ്. പേര് കേൾക്കുമ്പോൾ ഇത് ഒരിനം ഫിഷ് ആണെന്ന് തോന്നുമെങ്കിലും ഇവ യഥാർത്ഥത്തിൽ ചെറിയ ചിറകില്ലാത്ത പ്രാണികളുടെ ഒരിനമാണ്. വെള്ളി നിറത്തിലുള്ള ഇളം ചാരനിറത്തിൽ നിന്നാണ് ഇതിന്റെ പേര് വന്നിരിക്കുന്നത്. ഇവയെ കൂടുതലായും വീടിന്റെ ഉൾവശത്ത് പ്രധാനമായും ബാത്റൂംസ്, ബേസ്മെന്റ്സ്, ലോണ്ടറി റൂംസിൽ ഒക്കെ കാണാൻ സാധിക്കും. സിൽവർ ഫിഷിന്റെ പ്രധാന ഭക്ഷണം എന്നത് സ്റ്റാർച്ചും ഷുഗറുമാണ്. അതിനാൽ തന്നെ ബുക്സ്, ഫോട്ടോഗ്രാഫ്സ്, ഡോക്യുമെന്റ്സ്, വാൾപേപ്പർ എന്നിവയൊക്കെ തന്നെ സിൽവർ ഫിഷിന്റെ ഭക്ഷണമാകുന്നു. ലൈറ്റ് ഇയർ അഥവാ പ്രകാശവർഷം. പ്രകാശവുമായി ബന്ധപ്പെട്ടത് എന്ന സൂചന നൽകുന്നുണ്ടെങ്കിലും കൂടെയുള്ള ഇയർ എന്ന വാക്ക് സമയത്തിന്റെ യൂണിറ്റ് ആയതുകൊണ്ട് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. സത്യത്തിൽ ലൈറ്റ് ഇയർ എന്നത് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഒരു ലൈറ്റ് ഇയർ എന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിനെ സൂചിപ്പിക്കുന്നു. പ്രകാശം ഒരു സെക്കൻഡിൽ 3 × 10⁸ മീറ്റർ സഞ്ചരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു മിനിറ്റിൽ സഞ്ചരിച്ച ദൂരത്തെ കണ്ടെത്തുന്നതിനായി 3 × 10⁸ മീറ്ററിനെ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി ഒരു മണിക്കൂറിൽ സഞ്ചരിച്ച ദൂരം കണ്ടെത്തുന്നതിനായി പ്രകാശം ഒരു മിനിറ്റിൽ സഞ്ചരിച്ച ദൂരത്തെ 60 കൊണ്ട് ഗുണിക്കുക. അതുപോലെ ഒരു ദിവസം സഞ്ചരിച്ച ദൂരം കണ്ടെത്തുന്നതിനായി ഒരു മണിക്കൂറിൽ സഞ്ചരിച്ച ദൂരത്തിന് 24 കൊണ്ട് ഗുണിക്കുക. ഇതുപോലെ ഒരു വർഷം പ്രകാശം സഞ്ചരിച്ച ദൂരം കണ്ടെത്തുന്നതിനായി ഒരു ദിവസം സഞ്ചരിച്ച ദൂരത്തെ 365 കൊണ്ട് ഗുണിക്കുക. ഇത് ഏകദേശം 9.46 × 10⁻15 മീറ്ററിന് തുല്യമാണ്. നമ്മളെ സംബന്ധിച്ച് അതിഭീമമായ സംഖ്യ ആണെങ്കിലും ആയിരക്കണക്കിന് ലൈറ്റ് ഇയർ വലിപ്പമുള്ള ഗാലക്സികൾ നമ്മുടെ പ്രപഞ്ചത്തിൽ വളരെ സാധാരണമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം ഒരു യൂണിറ്റിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ സാധിക്കുന്നത്.